ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളുടെ ഇടയിലേക്ക് പോകുവാൻ ദൈവ നിയോഗപ്രകാരം ചിലർ ഇറങ്ങിപ്പുറപ്പെടേണ്ടത് ആവശ്യമാകുന്നു. ഉണങ്ങിയിരിക്കുന്ന അസ്ഥികൾക്ക് ഒരു മാറ്റമുണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടു കൂടി, നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമല്ല, എങ്കിലോ ദൈവത്തിൻ്റെ പ്രവർത്തനം നടക്കുമ്പോൾ ആത്മാവിൻ്റെ നടത്തിപ്പോടുകൂടെ ആ അസ്ഥികളുടെ ഇടയിലേക്ക് കടന്നുപോയി പ്രവർത്തിക്കുന്നതിനും ദൈവം പറയുന്നതായ സംഗതികൾ അനുസരിക്കുന്നതിനും ഒരുക്കമുള്ള ചിലർ മുമ്പോട്ട് വരുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള സംഗതി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. 3-ാം വാക്യത്തിൽ ഒരു ചോദ്യവും അതിനുള്ളതായ ഉത്തരവും നാം കാണുന്നു. ചോദ്യം ഇങ്ങനെയാണ്: അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. പ്രവാചകനോട് ദൈവം ചോദിക്കുകയാകുന്നു, ഈ അസ്ഥികളെ, ഈ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളെ, വരണ്ടിരിക്കുന്ന അസ്ഥികളെ, വളരെ വ്യാപിച്ചു കിടക്കുന്ന അസ്ഥികളെ, ഇവ ജീവിക്കുമോ എന്ന്. സ്വാഭാവികമായി നോക്കിയാൽ ഇല്ല എന്നുള്ളതാകുന്നു ഉത്തരം പറയുന്നത്. ഏതൊരു മനുഷ്യനും ഈ അസ്ഥി പഞ്ചരങ്ങളെ കണ്ടിട്ട് ഇവയുടെ മേൽ ഇനി ഒരിക്കലും ജീവൻ ഉണ്ടാകയില്ല എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുമ്പോൾ പ്രവാചകൻ ദൈവാത്മ പ്രേരിതനായി പറയുകയാണ്, ദൈവമേ, നീ എല്ലാം അറിയുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്ഥിതിയില്ല, നിങ്ങളുടെ ദേശത്തിൻ്റെ സ്ഥിതിയില്ല, നിങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയിട്ട് ജീവിക്കയില്ല എന്ന് തോന്നുന്നതായ ചില അസ്ഥികളെ നിങ്ങൾ ഇന്ന് കാണുന്നുവെങ്കിൽ, നിങ്ങൾ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളെ, ചിലരുടെ ആത്മീയ ഉദ്ധാരണത്തിനു വേണ്ടി, ചിലരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അതുകൊണ്ടൊന്നും ഫലം കാണാതിരിക്കുന്നുവെങ്കിൽ നിരാശപ്പെട്ടു പോവുകയല്ല ചെയ്യേണ്ടത്. ഇനിയും ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞു പിന്മാറുകയല്ല ചെയ്യേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം? ദൈവമേ, നീ അറിയുന്നു. നീ അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. നിന്റെ സന്നിധിയിൽ ഞങ്ങളെല്ലാം സമർപ്പിക്കുന്നു. നീ ഇവിടെ കടന്നു വന്ന് പ്രവർത്തിക്കണമേ. നിന്റെ ആജ്ഞപ്രകാരം നീ നടത്തുന്ന അനുസരിച്ച് പ്രവർത്തിക്കുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് നാം ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് നമ്മളെ തന്നെ സമർപ്പണം നടത്തുകയാകുന്നുവെങ്കിൽ ദൈവം വൻകാര്യങ്ങളെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 4-ാം വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ പറയുന്നത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. ഒരു കാര്യം ഞാൻ പറയട്ടെ, പലപ്പോഴും ഒരു സുവിശേഷ പ്രവർത്തനം എന്നുള്ള നിലയിൽ, ദൈവത്തിൻ്റെ ആലോചനയെ പിന്തുടരുന്ന വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങൾ ചെയ്യുന്നതായ സംഗതികൾ ലോകത്തിൻ്റെ ബുദ്ധിയിൽ നന്നായി തോന്നുകയില്ല. ബുദ്ധിമോശമായി, ഭോഷത്വമായി അവർക്ക് തോന്നിയെന്ന് വരാം. ഉണങ്ങിയ അസ്ഥികളോടെ അവയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുവാൻ സുബോധമുള്ള മനുഷ്യരാരെങ്കിലും ശ്രമിക്കുമോ? എന്നാൽ ദൈവം പറയുമ്പോൾ നമ്മളുടെ സാമാന്യ ബുദ്ധി അനുസരിച്ചല്ല ചിന്തിക്കേണ്ടത്. ദൈവം പറയുന്നത് അനുസരിക്കുവാനുള്ള ഒരുക്കം ഉണ്ടായിരിക്കണം. യഹോവയുടെ വചനത്തിൻ്റെ ശക്തി നമ്മുടെ കണക്കുകൂട്ടലുകൾക്ക് അതീതമാകുന്നുവെന്ന സംഗതി നാം മറന്നു പോകരുത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം ഒരു സംഗതി കാണുന്നുണ്ട്. ലാസർ മരിച്ച ശേഷം കർത്താവായ യേശുക്രിസ്തു ലാസറിൻ്റെ ആ പട്ടണത്തിലേക്ക് കടന്നു വരുന്നു. ബഥാനിയയിൽ കടന്നു വന്നിട്ട് തൻ്റെ സഹോദരന്മാരുടെ ആ ദുഃഖം കണ്ടിട്ട് കല്ലറയ്ക്കിലേക്ക് കടന്നു ചെന്ന യേശു പറയുകയാണ്, ഈ കല്ലറയ്ക്കൽ നിന്നും കല്ല് ഉരുട്ടി മാറ്റുവാൻ. അപ്പോൾ ലാസറിൻ്റെ സഹോദരിയായ മാർത്ത പറയുന്ന ഒരു സെൻറ്റൻസ്, ഒരു വാക്യം ഇങ്ങനെയാണ്: അവൻ ചീഞ്ഞു നാറുന്നു, അവനെ അടക്കിയിട്ട് കല്ലറയിൽ അവനെ വെച്ചിട്ട് 4 ദിവസമായി അവനിപ്പോൾ നാറ്റം വെച്ച് തുടങ്ങിയെന്ന്. ഇംഗ്ലീഷിൽ ഒരു ട്രാൻസ്ലേഷനിൽ പറയുന്നത് ഹീ സ്റ്റിങ്സ്. അവൻ്റെ ആ ശവക്കല്ലറയിൽ നിന്നും വരുന്ന ആ ദുർഗന്ധം സഹിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ഇന്ന് നാം പലരെയും നോക്കിയിട്ട് അവർ ആത്മീകമായി മരിച്ചതു മാത്രമല്ല, അവർ ജീർണിച്ച നിലയിലാകുന്നു, നാറ്റം വെച്ച് തുടങ്ങി, അവിടെ യാതൊരു പ്രതീക്ഷയുമില്ല എന്ന് പറയുന്നുണ്ടായിരിക്കും. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, യേശു ക്രിസ്തു ആകുന്നു കൽപ്പന തന്നതെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ നിയോഗപ്രകാരം ആത്മാവിൻ്റെ നടത്തിപ്പനുസരിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുകയാകുന്നുവെങ്കിൽ, ലോകപ്രകാരം ചീഞ്ഞതെന്നും യാതൊരു പ്രതീക്ഷയില്ല എന്നും തോന്നുന്നതായ ചില വ്യക്തികളെ ജീവനിലേക്ക് മടക്കി വരുത്തുവാൻ ദൈവത്തിന് സാധിക്കും. നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ സഭകളിൽ, നിങ്ങളുടെ ദേശത്ത് ചീഞ്ഞു കിടക്കുന്ന ചിലരെ ജീവൻ കൊടുക്കുവാൻ ദൈവം നിങ്ങളെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത്
ചുറ്റും അത് മറ്റുള്ളവരെന്തു പറയുമെന്ന് വിചാരിച്ച് മടിച്ചു നിൽക്കരുത്. നിങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങുക. അതിൻ്റെ 5, 6 വാക്യങ്ങൾ കാണുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പറ്റിയാകുന്നു. ഇവിടെ ദൈവം ആവർത്തിച്ച് പറയുകയാണ്, ഞാനിത് ചെയ്യും. നിങ്ങൾ തന്നെ ആ വാക്യങ്ങൾ വായിച്ച് ചിന്തിക്കുക. അതെല്ലാം ഞാൻ വിശദീകരിക്കുവാൻ സമയമെടുക്കുന്നില്ല. എന്നാൽ ദൈവം പറയുന്നത്, ഞാനാണിത് ചെയ്യുന്നത്. ഈ അസ്ഥികളെ ഒരുമിച്ച് കൂട്ടുവാൻ നിന്നോട് പ്രവചിക്കാൻ പറയുമ്പോൾ നീ പ്രവചിച്ചാൽ മതി. അവയെ ഒരുമിച്ച് വരുത്തുന്നത് ഞാനാകുന്നു. നമ്മുടെ ശ്രമം കൊണ്ട് പലരെയും മാറ്റിയെടുക്കുവാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ പരമാധികാരത്തിന് നാമേ വിട്ടുകൊടുക്കുക. ദൈവത്തിൻ്റെ ആലോചന പ്രകാരം, തൻ്റെ ഹിതപ്രകാരം സംഗതികൾ നടത്തുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്തതായ ഫലങ്ങളെ ഉണ്ടാകുകയും അതിൽ നമുക്ക് സന്തോഷിക്കുവാൻ സാധിക്കുകയും ചെയ്യും. പ്രവാചകൻ ഇവിടെ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശം പ്രഖ്യാപിക്കുകയാകുന്നു. ഈ 5, 6 വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിക്കുക. അവിടെ പ്രവാചകൻ ദൈവത്തിൻ്റെ ഉദ്ദേശം പ്രഖ്യാപിക്കുന്നു. ദൈവത്തിൻ്റെ പരമാധികാരത്തിൽപ്പെട്ട സംഗതി നാം ചെയ്യേണ്ട കാര്യമില്ല. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം നാം അനുസരിക്കുക. 7-ാം വാക്യത്തിലും അത് തന്നെയാണ് കാണുന്നത്. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് നാം അനുസരിക്കുക. അപ്പോൾ അത്ഭുത പ്രവൃത്തികൾ കാണും. 14 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുക. ദൈവം നമ്മെ നിയോഗിച്ചാക്കിയത് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്നു. നിങ്ങൾ പോയി ഞാൻ തരുന്നതായ അധികാരം ഉപയോഗിച്ച് ജനത്തോട് സുവിശേഷം അറിയിക്കുക എന്നുള്ള കൽപ്പനയും കൊടുത്ത് അവരെ അയക്കുന്നു. പിന്നെ നാം കാണുന്നത് യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. അവർ പോയി സുവിശേഷം അറിയിച്ചു. അവർ യേശുവിൻ്റെ കൽപ്പന അനുസരിച്ചു. അപ്പോൾ അവൻ അവരോടുകൂടെ ഇരുന്നു. സ്വർഗാരോഹണം ചെയ്തവനായി യേശു തൻ്റെ കൽപ്പനയെ അനുസരിക്കുന്ന ശിഷ്യന്മാരോടുകൂടെ ഇരുന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. നാം ഒരു കാര്യം മനസ്സിലാക്കുക. ഈ പ്രവാചകൻ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ഈ ഉണങ്ങിയ അസ്ഥികളോട് പ്രവചിച്ചപ്പോൾ ഇതാ അവയെല്ലാം കൂടി വന്നു. അവയുടെ മേൽ കർത്താവ് തന്നെ കൽപ്പിച്ചതനുസരിച്ച് അത് ശരീരങ്ങളായി തീർന്നു. മാംസമുണ്ടായി, ത്വക്കുണ്ടായി. ഇതൊന്നും മനുഷ്യന്റെ പ്രവൃത്തിയല്ല. വീണ്ടും കർത്താവിൻ്റെ കൽപ്പന പ്രകാരം പ്രവാചകൻ പ്രവചിച്ചപ്പോൾ ഇതാ അവരിലേക്ക് ജീവനും കടന്നു വന്നു. ഇതൊന്നും വിശദീകരിക്കുവാൻ ഞാൻ സമയമെടുക്കുന്നില്ല. നിങ്ങൾ തന്നെ അത് വായിച്ച് മനസ്സിലാക്കുക. ഒടുവിലായി കാണുന്നത് ആ അസ്ഥികളായിരുന്ന ആ ഉണങ്ങിക്കിടന്ന എല്ലുകളൊക്കെയും ജീവനുള്ള ശരീരങ്ങളായി തീർന്നു. വലിയ ഒരു സൈന്യമായി തീർന്നു. ഞാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകളിൽ കൂടെ കാണുകയാകുന്നു. ഇന്ന് നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിങ്ങളെ ആരെപ്പറ്റി വേദനയോടുകൂടെ ഇരിക്കുന്നുവോ, ആരെപ്പറ്റി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ, അങ്ങനെയുള്ള ചില അസ്ഥികൾ പുതുജീവനിലേക്ക് കടന്നു വന്നിട്ട് അവർ വലിയൊരു സൈന്യത്തിൻ്റെ ഭാഗമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയും അതിനായി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നമുക്കൊരുമിച്ച് ഈ വിഷയം ഫലവത്താകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന ദൈവം കേൾക്കും. സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. ദൈവമേ, ഉണങ്ങിയിരിക്കുന്ന ചില അസ്ഥികളെ ജീവനിലേക്ക് മടക്കി വരുത്തുവാൻ അങ്ങേക്ക് പ്രസാദം തോന്നിയിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ശ്രമങ്ങളൊക്കെ നിഷ്ഫലമാകുമ്പോൾ ദൈവം അങ്ങയുടെ പരമാധികാരത്തിൽ പ്രവർത്തിക്കുകയും ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ സഭകളിൽ ഉണങ്ങിയിരിക്കുന്ന ചില അസ്ഥികളെ ജീവനിലേക്ക് വരുന്നെടുത്തുകയും അങ്ങയുടെ സൈന്യത്തിൻ്റെ ഭാഗമാകുന്നതിന് ഞങ്ങളെ ഒരുക്കുകയും ചെയ്യണമേ. ആത്മീക യുദ്ധത്തിൽ ഏർപ്പെടുന്നതിന് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സജ്ജീകരിക്കണമേ. അങ്ങയുടെ വലിയ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുകയും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുകയും ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സിൽ കേട്ട ദൈവവചനം ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുന്നതിനും തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനും എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അതിനായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അടുത്ത ആഴ്ചയിൽ ഇതേ ദിവസം ഇതേ സമയം വീണ്ടും നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ സംബന്ധിക്കാവുന്നതാണ്. അതുവരെയും തൻ്റെ കൃപയിൽ നമ്മെ ഓരോരുത്തരെയും കാക്കുമാറാകട്ടെ. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു.